മഹത്വം ഞാൻ കണ്ടിടുമ്പോ മറക്കുന്നു എന്നെ ഞാൻ. ദൈവമഹത്വം ഞാൻ കണ്ടിടുമ്പോ മറക്കുന്നു എന്നെ ഞാനില്ലിനി നീ മാത്രമാ എന്നുമേ. ഞാനില്ലിനി നീ മാത്രമാണെന്നുമേ. മഹത്വം ഞാൻ കണ്ടിടുമ്പോ മറക്കുന്നു എന്നെ ഞാനില്ലിനി നീ മാത്രമാണെന്നുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് 96-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിക്കുവിൻ. ആമേൻ. നമുക്ക് തരുന്ന ഒരു ആഹ്വാനമാണ്. എന്താ പറഞ്ഞേക്കുന്നേ? ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വം, വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. വംശങ്ങൾ നല്ല പറഞ്ഞേക്കുന്ന സകല വംശങ്ങൾ. അപ്പം മഹത്വത്തെക്കുറിച്ച്, അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ വിവരിക്കണമെന്ന് പറഞ്ഞു. വിവരിക്കണമെന്ന് പറയണമെങ്കിൽ അത് നമ്മളിൽ നടക്കണ്ടേ? ആമേൻ. അപ്പോൾ ഒരു വലിയ ദൂത് കർത്താവ് തരിക. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോയ, നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ പോയ, നിങ്ങൾ ദൈവത്തിന്റെ വലിയ മഹത്വങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുന്നത് നിങ്ങൾ കാണാൻ പോയ, തീർന്നില്ല, നിങ്ങൾ ഭയങ്കര അത്ഭുതങ്ങൾ കാണാൻ പോയ. സ്തോത്രം. കണ്ടവർക്ക് മാത്രമല്ലേ പറയാൻ പറ്റൂ. നിങ്ങളുടെ ജീവിതം ദൈവം അത്ഭുതമായി തിരിക്കും. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ അതൊരു സാക്ഷിയായി മാറും, ഒരു സാക്ഷ്യമായി മാറും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അന്നത്തെ കാലഘട്ടത്ത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാനും പറയാനൊക്കെ ഉള്ളത്. കർത്താവായ യേശു ക്രിസ്തു പോലും ജാതികളുടെ ഇടയിലേക്ക് ശുശ്രൂഷകൾ ചെയ്തില്ലെന്ന് നമുക്കറിയാം. ഒരു യവനായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു പറയുന്നത്, സ്തോത്രം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാത്രം ഒതുങ്ങിയ ശുശ്രൂഷകളും അത്ഭുതങ്ങളും ഉള്ളപ്പോൾ 96-ാം സങ്കീർത്തനത്തിൽ പറയാണ് സകല ജാതികളോടും. അതിനകത്തൊരു വലിയ ദൂതുണ്ട്. ഒന്ന്, ലോകം മുഴുവനും നിങ്ങളെ ദൈവം അയക്കാൻ ആഗ്രഹിക്കും. സകല ജാതികളുടെ ഇടയിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ശുശ്രൂഷ വെളിപ്പെടാൻ ആഗ്രഹിക്കും. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ദൈവം എനിക്ക് നൽകിയ ശുശ്രൂഷകൾ ഭൂമിയുടെ അറ്റത്തോളം എത്തുമെന്ന്. ആമേൻ. അതെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മ പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാവുമെന്ന്. ഞാൻ എൻ്റെ സാഹചര്യത്തെയോ എൻ്റെ പരിമിതികളെയോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആ വചനമാണ് ശ്രദ്ധിക്കുന്നത്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെയും പരിമിതികളെയും ശ്രദ്ധിക്കരുതേ, ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കണം. ആമേൻ. വചനത്തെ വിശ്വസിക്കണം, വചനത്തെ പങ്കുവെക്കണം. ഹല്ലേലൂയ. ഇന്ന് വലിയൊരു ദൂത ദൈവം നിങ്ങൾക്ക് തരികയാണ്. ദൈവം എവിടേക്കോ നിങ്ങളെ അയക്കാൻ പോവുക. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ, കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് ഒരു സാക്ഷിയാക്കി ദൈവം നിങ്ങളെ നിർത്തും. ദൈവം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അയക്കും. ചിലപ്പോൾ തലമുറകളെ ദൈവം ഉയർത്തി ചില രാജ്യങ്ങളിലേക്ക് അയച്ച് ആ ഒരു കെറഫിലായിരിക്കും നിങ്ങൾ എത്തുന്നത്. എനിവേ, കർത്താവ് എങ്ങനെയൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്കായി കരുതുന്നു. ജോസഫ് മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തിയത് കൊണ്ടല്ലേ യാക്കോബ് കൊട്ടാരത്തിൽ ഫറവോനെ അനുഗ്രഹിച്ച്. യെസ്, നിങ്ങളുടെ തലമുറ നിങ്ങളെ ചില യാത്രകൾക്ക് ഒരുക്കും. ആമേൻ. നിങ്ങളുടെ പിതാവ് മറ്റൊരു സ്ഥലത്തുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അവിടേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ ചില സ്ഥലങ്ങളിലേക്ക് എത്തിക്കും. ആരേക്കോ ദൈവം
നിങ്ങൾക്കായി ഒരുക്കുന്നു. ആമേൻ. വചനം പറയുന്നു ദൂരത്തുനിന്ന് അവർ വരുന്നു. അപ്പോൾ ദൂരത്തുനിന്ന് വരുന്നവർ നിന്നെ ദൂരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഒരു ദൈവശബ്ദം ഇറങ്ങി നിൽക്കുന്നു. ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വം, സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും നിങ്ങൾ പറയാൻ പോവുക. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ചിലർ രക്ഷിക്കപ്പെടാൻ പോകുന്നു. ചില ദേശങ്ങൾ കർത്താവിലേക്ക് തിരിയാൻ പോകുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ തന്നെ കർത്താവിനെ പങ്കുവെക്കാതെ, കർത്താവിനെ കാണാത്ത കേൾക്കാത്തവരോട് സുവിശേഷം പറയാനൊരു ആത്മഭാരം ദൈവം നിങ്ങൾക്ക് തരികയാണ്. ഞാൻ ഈ വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ അത്ഭുതം കാണാൻ പോകുന്നു, നിങ്ങൾ മഹത്വം കാണാൻ പോകുന്നു. യെസ്, നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ മഹത്വം കാണിക്കുന്ന ദൈവത്തിനായി നന്ദി പറയും. ഞങ്ങളെ അത്ഭുതം കാണുമാറാക്കുന്നവന് സ്തോത്രം ചെയ്യും. യേശുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന മഹത്വം അത്ഭുതങ്ങളും ഘോഷിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. അനേകർക്ക് സാക്ഷിയായി ഞങ്ങളെ മാറ്റുന്നതിന് സ്തോത്രം ചെയ്യുന്നു. സകല ജാതികളുടെ ഇടയിൽ, സകല വംശങ്ങളുടെ ഇടയിൽ ഞങ്ങളെ ഒരു സാക്ഷിയാക്കി അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിന് നന്ദി പറയും. കർത്താവ്, ഞങ്ങളിലും ഞങ്ങളുടെ ദേശത്തും കർത്താവ് ഭൂമിയുടെ അറ്റത്തോളം അങ്ങ് ഉണർവുകളെ അയക്കുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കുന്നു. അവരിൽ കർത്താവ് ആത്മഭാരത്തെ അങ്ങ് അയക്കുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ ഇന്ന് നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. മഹത്വവും അത്ഭുതവും ഇവരുടെ ലൈഫിൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വവും അത്ഭുതവും നടക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു, ഉയർത്തുന്നു യേശു നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക.